നമസ്കാരം. ഇന്ന് ഞാൻ വളരെ ലളിതമായ വരകളിലൂടെ അല്ലെങ്കിൽ യാതൊരു നിയമങ്ങളും അധികം കൊണ്ടുവരാതെ നമ്മുടെ സാധാരണ ബ്ലോക്കിംഗ് മെത്തേഡിലൂടെ മാത്രം ഒരു പോർട്രേറ്റ് വരയ്ക്കുന്നത് ജസ്റ്റ് ഇന്നൊന്ന് കാണിക്കാം. തുടർന്നുള്ള ക്ലാസ്സുകളിൽ പോർട്രേറ്റ് ആയിരിക്കില്ല. ഇന്നൊന്ന് കാണിച്ചതിന് ശേഷം മറ്റു വരകളിലൂടെ വന്ന് നിങ്ങളുടെ കൈ കൂടുതലൊന്നുകൂടെ ഒന്ന് തെളിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പോർട്രേറ്റ് സ്കെച്ചിലേക്ക് വരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ണും മൂക്കും ചെവിയും ചുണ്ടുമൊക്കെ വരച്ചത് കൊണ്ട് അതിനെ ചേർത്ത് വെച്ചൊരു പോർട്രേറ്റ് വരയ്ക്കാം. അത് മാത്രമല്ല, ഒരാളെന്നോട് ചോദിച്ചിരുന്നു ഒരു സ്ത്രീയുടെ മുഖം വരയ്ക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ് വരയ്ക്കേണ്ടതെന്ന് പറയണമെന്ന്. അപ്പോൾ അതുകൊണ്ട് കൂടി ഞാൻ ഇന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ്. തുടർന്നുള്ള ക്ലാസ്സുകൾ നമ്മൾ നേച്ചർ, ലാൻഡ്സ്കേപ്പ്, പേഴ്സ്പെക്റ്റീവ് ഡ്രോയിങ് തുടങ്ങിയതൊക്കെ പഠിപ്പിച്ച ശേഷം അല്ലെങ്കിൽ കൊണ്ടുവന്നതിന് ശേഷം പിന്നീടേ നമ്മൾ ഹ്യൂമൻ അനാട്ടമിയിലേക്ക് കടക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും ഇന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. ഇതൊരു എളുപ്പ വഴിയിലുള്ളൊരു വരയാണ്. ഞാൻ വരയ്ക്കാനുള്ളൊരു മുഖത്തിൻ്റെ ഒരു ഔട്ട്ലൈൻ. ഇപ്പോൾ നിങ്ങൾ ഒരാളെ കാണുമ്പോൾ തന്നെ അവരുടെ മുഖത്തിൻ്റെ ആകെ തുകയെ നിങ്ങളൊന്ന് കണ്ടതിന് ശേഷം ഇങ്ങനെ സ്കെച്ച് ചെയ്യാം. ഇത് തന്നെ പല മെഷർമെൻറ്റുകളിൽ വരയ്ക്കുന്നവരുണ്ട്, പല രീതികളുണ്ട്. ഞാൻ അത്രയും കോംപ്ലിക്കേറ്റഡായ വരകളിലേക്കൊന്നും പോകുന്നില്ല. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഓവൽ ഷേപ്പ് വരച്ചിട്ട് എങ്ങനെയാണ് ഈ ചിത്രം വരയ്ക്കാൻ സാധിക്കുന്നത്, ആ ഒരു ലെവലിലേക്ക് മാത്രമാണ് ഇത് വരയ്ക്കുന്നത്. ശ്രദ്ധിക്കുക. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഏറ്റവും സങ്കീർണമാണ് മനുഷ്യൻ്റെ രൂപം വരച്ചെടുക്കാൻ. കാരണം നമ്മൾ കാണുന്ന പല ഭാവങ്ങൾ അവിടെ ഉണ്ടാവണം. നേരെ മറിച്ച് മൃഗങ്ങളുടെയോ പക്ഷികളുടെയൊക്കെ ആണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് അവരുടെ ഷേപ്പ് കിട്ടിയാൽ മതി. പക്ഷെ മനുഷ്യൻ അങ്ങനല്ല. വ്യത്യസ്തമായ പ്രകടമായ രൂപങ്ങളുള്ള മനുഷ്യനെ, പ്രകടമായ ഭാവങ്ങളുള്ള മനുഷ്യനെ നമുക്ക് വരച്ചെടുക്കുക എന്ന് പറയുന്നത് വളരെ നല്ല നിരീക്ഷണമുള്ളവർക്ക് സാധിക്കുന്നതാണ്. എന്നാൽ സ്ഥിരമായ പ്രയത്നത്തിലൂടെ നമുക്ക് നേടിയെടുക്കാനാവാത്തതായിട്ടൊന്നുമില്ല എന്നറിഞ്ഞുകൊണ്ട് നിങ്ങൾ നിൽക്കുക. നോക്കൂ, ഞാനിങ്ങനെ ഒരു ഓവൽ ഷേപ്പ് വരച്ചു. ഇതിനെ ഇങ്ങനെ ഒന്ന് രണ്ടാക്കി കണ്ടോ. ഇതിൽ ഞാൻ നോക്കിയാണ് ഇത് ഇവിടെ നിന്ന് ഒരു 3 ഇതിനെ ഒന്ന് ഭാഗിക്കാമോ എന്ന് നോക്കുകയാണ്. കണ്ടോ, ചുണ്ടിൻ്റെ ഏരിയ കണ്ടോ, ഇത്രയും ഭാഗം ഞാനിവിടെ ചെയ്തു. നമുക്ക് ഇവിടെ വേണമെങ്കിലൊന്ന് അടയാളപ്പെടുത്താം. 2 ഇത്രയേ ഉള്ളൂ. വേറെ ഞാൻ കൂടുതൽ വരകളൊന്നും ഇവിടെ ഇടുന്നില്ല. ഇവിടെ നിന്ന് നമുക്ക് മുടിയാണെങ്കിൽ ഇവിടെ നിന്ന് വരട്ടെ എന്ന് വെക്കാം. കണ്ടോ, ഇവിടുന്ന് കുറച്ച് മുകളിലേക്ക് പോകും. ഇതിൻ്റെ പകുതിക്ക് അങ്ങോട്ട് നമുക്ക് വിടാം, പകുതിക്ക് ഇങ്ങനെ. ഞാൻ വീണ്ടും പറയുന്നു, പയറ്റി തെളിഞ്ഞ ഒരു ചിത്രകാരൻ്റെ പഠന രീതിയിലുള്ള അല്ലെങ്കിൽ ഫൈൻ ആർട്സിൽ BFAക്ക് ശേഷം നമ്മൾ പഠിക്കുന്ന പഠനങ്ങളിലൂടെ ആ ലെവലല്ല, വളരെ തുടക്കക്കാർക്ക് തന്നെ വരയ്ക്കാൻ പറ്റുന്ന രീതിയിലേക്കാണ് ഞാൻ ഇങ്ങനെ വരച്ചത്. നിങ്ങളുടെ പരിചയത്തിലുള്ള ആരുടെയും മുഖത്തിൻ്റെ ഔട്ട്ലൈൻ നിങ്ങൾക്ക് ഇങ്ങനെ ഇടാം. പിന്നീട് മുടി എങ്ങനെയാണല്ലോ അത് വരച്ചിട്ട് നിങ്ങൾക്കൊരു ഔട്ട്ലൈൻ ഷേപ്പ് എടുക്കാം, അല്ലേ? നമുക്ക് ചിലരെ ഒരു ഔട്ട്ലൈൻ കണ്ടാൽ തന്നെ ഇന്ന ആളാണെന്ന് മനസ്സിലാവും. ഒരു ആകാരം കണ്ടാൽ അതിനെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. നോക്കുക, ഞാൻ വിചാരിക്കുന്നത് ഒരു സ്ത്രീ രൂപം തന്നെ വരയ്ക്കാം. ഈ നമ്മൾ ലൈഫ് സ്കെച്ചൊക്കെ ചെയ്യുമ്പോൾ കൂടുതൽ സ്ത്രീകളെ വരയ്ക്കാനാണ് ഞാനൊക്കെ താല്പര്യപ്പെട്ടത്. കാരണം അവരുടെ ശരീരത്തിൻ്റെ ഒരു ഒഴുക്കുണ്ട്. നമ്മുടെ പുരുഷ ശരീരം പോലെ മസിലല്ല, ഒരു ഒഴുകി നിൽക്കുന്ന രീതി. അതാണ് നമ്മൾ പെട്ടെന്ന് വരച്ച് തെളിയാൻ എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ ഒരു കാര്യമാണ്. അതുകൊണ്ടായിരിക്കാം കൂടുതൽ ചിത്രകാരന്മാരെ ഒരു ഒഴുക്കിനെ കണ്ടുകൊണ്ടാണ് നമ്മൾ സ്ത്രീകളെ കൂടുതൽ മോഡലാക്കിയിട്ടുള്ളത്. ഫൈൻ ആർട്സിലൊക്കെ ശരിക്കുള്ള മനുഷ്യരെ തന്നെയാണ് അനാട്ടമിയായിട്ട് നമ്മൾ അനാട്ടമി മോഡലായിട്ട് ഇരുത്തി വരയ്ക്കുന്നത്. അങ്ങനെ വരച്ചിട്ടുള്ളവർക്കറിയാം. നമ്മളൊക്കെ ആ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ് ആ ചിത്രം, ഓരോ ആംഗിളിൽ നിന്ന് വരയ്ക്കുന്നത് പോലെ ഒരാളെ. അതുപോലെ തന്നെ നിങ്ങൾ വീട്ടിലുള്ള നിങ്ങളെ പ്രിയപ്പെട്ടവരെ ഇരുത്തി വരയ്ക്കുക. ഭാര്യയാണെങ്കിൽ ഭർത്താവിനെ ഇരുത്തി വരയ്ക്കുക, സഹോദരനെ സഹോദരൻ, അങ്ങനെ ഇരുത്തി വരയ്ക്കുകയും അതാകുമ്പോൾ നമുക്ക് അല്പസ്വല്പം മാറിപ്പോയാലും പരിഭവമൊന്നുമില്ല. വേറെ വീണ്ടും വായിച്ചിട്ട് വരയ്ക്കും. നോക്കൂ, ഞാനിപ്പോൾ ഒരു ഔട്ട്ലൈൻ കൊടുത്തു. നിങ്ങൾ മറ്റേ അനാട്ടമി പഠിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ വരച്ചിട്ട് ഒക്കെ ചെയ്യാൻ പറയുന്നത് നല്ലതാണ്. പക്ഷേ നമുക്ക് അതൊക്കെയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ശ്രദ്ധ അങ്ങോട്ട് മാറിപ്പോകും. നമ്മളിത് വരയ്ക്കുമ്പോഴും ഉള്ളിലൊരു വിങ്ങലുണ്ട്, അർജുൻ അല്ലേ, ഓർമ്മകളുണ്ട്. അതൊന്നും മറന്നിട്ടല്ല. പക്ഷേ നമ്മളിങ്ങനെ അത് ഓർത്തിരുന്നാൽ നമ്മുടെ ദിവസങ്ങൾ തന്നെ ഇല്ലാതാകും. സത്യത്തിൽ ഞാൻ കൂടുതൽ ചിത്രകലയിൽ വീണ്ടും വ്യാപൃതനായത് ഈ ദിവസങ്ങളിൽ കൂടിയാണ് കുറച്ചുകൂടി. കാരണം വല്ലാത്തൊരു ഓർമ്മയാണ്. ഒരു പാവം പയ്യൻ, ഒരു കൊച്ചു ചെറുക്കൻ
30 വയസ്സോ 35 വയസ്സോ മാത്രം കാണുന്ന ഒരു കുട്ടി ഇതുവരെ അറിയില്ല എവിടെയാണെന്ന്. ആ കുടുംബത്തിൻ്റെ വേദനയിൽ നമ്മൾ ഹൃദയം കൊണ്ട് പങ്കുചേരുന്നു. നമ്മൾ മറ്റെന്ത് ചെയ്യാനാണ്? നിസ്സഹായരാണ്. ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ആരുടെയും പ്രതീക്ഷകളിൽ കരുതിടൽ വീഴ്ത്താതെ അവനിങ്ങ് വന്നെങ്കിൽ ഞാനും പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ ആവൂ. പലപ്പോഴും നമ്മൾ വളരെ നിസ്സാരരാണ് എന്നറിയുന്നത് ഈ നിമിഷങ്ങളിലാണ്. പ്രപഞ്ചത്തിൻ്റെ ഒരു സംഹാര താണ്ഡവത്തിൽ അവിടെ നമുക്ക് പ്രകൃതിയെ കുറ്റം പറഞ്ഞുകൂടാ. കാരണം അനിയന്ത്രിതമായി പ്രകൃതിയിൽ നമ്മളേൽപ്പിക്കുന്ന ക്ഷതങ്ങൾ, നീർത്തടങ്ങളൊക്കെ നികത്തി, കുന്നുകളും മലകളും ഒക്കെ ഇടിച്ചു നിരത്തി, പലപ്പോഴും അതിൻ്റെ ബലക്ഷ്യം, അതിൻ്റെ ഭാരരേഖകളെ ഇല്ലാതാക്കിക്കൊണ്ട് നമ്മൾ വികസനത്തിൻ്റെ പേരിലോ മറ്റെന്തെങ്കിലും പേരിലൊക്കെ ഒരിക്കലും മണ്ണിനെ അറിയാതെ പ്രപഞ്ചത്തെ പഠിക്കാതെ ചെയ്യുന്ന പല കാര്യങ്ങളുമാണ് നിഷ്കളങ്കരായ പാവം കുട്ടികളെയൊക്കെ ഇങ്ങനെ തീരാത്ത ദുഃഖത്തിലാഴ്ത്തി നമ്മളെയൊക്കെ വല്ലാത്തൊരു വ്യഥയിലേക്ക് കൊണ്ടുപോകാൻ കാരണമാവുന്നത്. നമ്മൾ പലപ്പോഴും പ്രകൃതിയെ അറിയുന്നില്ല. അതിൻ്റെ കൂടെ നിൽക്കാനാവണം, അതിനെ സ്നേഹിക്കാനാവണം. അപ്പോഴാണ് ഒരുപാട് ദുരന്തങ്ങൾ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നത്. എന്തായാലും ആ കുട്ടി ജീവനോടെ ആരോഗ്യത്തോടെ അവർക്കൊപ്പം ഇനിയും ദീർഘകാലം ഉണ്ടാവണമെന്ന പ്രാർത്ഥന മാത്രമേ നമ്മുടെ ഉള്ളിലുള്ളൂ. അങ്ങനെയാവട്ടെ. അർജുനെ സ്മരിച്ചുകൊണ്ടാണ് ഞാൻ ഇത് വരയ്ക്കുന്നത്. ഞാൻ കണ്ണ് വരച്ച് നോക്കും. ഈ കണ്ണ് വരയ്ക്കുമ്പോൾ കണ്ടോ, പുരികം അല്ലേ? ഇനി ഇതിൻ്റെ താഴെ ചെവിയുടെ നേരെയാണ് നമ്മൾ കണ്ണ് വരയ്ക്കേണ്ടത്. കണ്ണ് ഞാൻ ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ വിശദമായിട്ട് കണ്ണുകൾ പഠിച്ചു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എങ്ങനെയാണ് കണ്ണ് വരയ്ക്കേണ്ടത്? അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം. അതായത് ഇവിടെ ഒരു കണ്ണിനൊരു സ്പേസ് കൊടുക്കണം. 3 കണ്ണ്, മൂക്കിൻ്റെ ആ ഇടഭാഗത്ത് ഒരു കണ്ണിന് സ്ഥലം കൊടുക്കുക എന്നുള്ളതാണ് ഒരു സാമാന്യ നിയമം. ഇപ്പോൾ നമ്മൾ ഈ കണ്ണൊക്കെ സാമാന്യ അളവ് പറയുമ്പോൾ വലിയ കണ്ണുള്ളവരെ കണ്ടിട്ടില്ലേ? നമ്മുടെ ഒരു സിനിമാ നടി ഉണ്ടായിരുന്നു, പാർവതി അല്ലേ, പത്മശ്രീ ജയറാമിൻ്റെ പത്നി. ആ കുട്ടിയുടെ കണ്ണുകൾ വലിയ കണ്ണുകളായിരുന്നു, പാർവതിയുടെ കണ്ണുകളല്ലേ. എന്ന് കാവ്യ മാധവൻ വലിയ കണ്ണുള്ളതാണ്. അങ്ങനെ നമ്മൾ ഈ അളവുകളൊക്കെ വ്യത്യാസപ്പെടുത്തി നമുക്ക് പരിചിതരായവരെ പറയുകയാണ്. അങ്ങനെ അളവുകൾ വ്യത്യാസപ്പെടും. പക്ഷേ നമ്മൾ സാമാന്യ നിയമത്തിൽ ഒരു നിയമം എടുത്ത് വരയ്ക്കുമ്പോഴാണ് അത് ചെയ്യുന്നത്. ഇവിടേക്ക് ഇച്ചിരി നീക്കി വരയ്ക്കാം. നോക്കൂ, ഇത്രയും മതി. അങ്ങനെയാണെങ്കിൽ ഒരു കണ്ണിലൂടെ സ്ഥലം വരത്തുള്ളൂ. അത് നമ്മളൊന്ന് അറിഞ്ഞാൽ മതി. നോക്കൂ, ഈ വരയിൽ നിന്ന് വിട്ടുപോകരുത്. ഞാൻ വളരെ പതുക്കെയാണ് നിങ്ങളെ കാണിക്കുന്നത്. ഒരു സിംഗിൾ ലൈൻ അല്ല, ഒരുപാട് വരകൾ വരച്ചും മായ്ച്ചും നിങ്ങളുടെ എൻ്റെയും മനസ്സുകൾ ഒരുപോലെ ആവാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ വരയ്ക്കുന്നത്. നോക്കൂ, വീണ്ടും മായ്ച്ച് വരച്ച് ഇങ്ങനെ പോകുന്നല്ലേ. മായ്ക്കുകയും വീണ്ടും എഴുതി ചേർക്കുകയും ചെയ്യുന്ന നമ്മുടെ ജീവിതം പോലല്ലേ. ഒന്ന് മായ്ഞ്ഞു പോയി എന്ന് കരുതി നമ്മൾ പലപ്പോഴും തകർന്നു പോയി, ഇല്ലാതായി എന്ന് പറയുന്നവർക്ക് വീണ്ടും നമ്മൾക്ക് എഴുതി ചേർക്കാനാവും ജീവിതത്തിന്. കാരണം നമ്മളിവിടെ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിൽ നിന്നും മറികടക്കാനാവും, എല്ലാ ദുഃഖങ്ങളെയും നീന്തി കടക്കാനുമാവും. അതുകൊണ്ട് പെൻസിലിൻ്റെ വര പോലെയാണ് ജീവിതം. മായ്ക്കാം, വീണ്ടും എഴുതാം. ഒരുപാട് ആഴത്തിൽ പതിഞ്ഞു പോവാതെ നോക്കുക തെറ്റുകൾ, അബദ്ധങ്ങൾ. ശ്രമിച്ചാൽ ഉണ്ടോ? ഞാൻ മൂക്ക് ഇവിടെ കൊണ്ടുവന്നു. ഇതിൽ സംശയമുണ്ടോ നിങ്ങൾക്ക്? അതെ, വളരെ ലളിതമായിട്ടാണ് കാണിക്കുന്നുണ്ട്. ഇതൊക്കെ നേരത്തെ പഠിപ്പിച്ചാണ്, അതുകൊണ്ട് അത് അറിയില്ല എന്ന് പറഞ്ഞു വരരുത്. വേണ്ട, കണ്ണ്, മൂക്ക്. ഇനി നമുക്ക് എന്താണ് വേണ്ടത്? ചുണ്ട്. നടുക്കൊരു വരയിട്ടു. ഇവിടെ നിന്ന് നമ്മൾ ചുണ്ട് പഠിച്ചു, പലതരം ചുണ്ട്. അപ്പോൾ അതെ, ഞാൻ നോക്കുകയാണ്, ഇങ്ങനെ വരച്ചിട്ട് ഏകദേശം കൃഷ്ണമണിയുടെ നേരെ വരണം എന്നൊരു നിയമമുണ്ട്. മൂക്കിൻ്റെ പാലമുള്ള തീയിട്ട് നേരെ മൂക്കിൻ്റെ ഇവിടെ വരണം. ഇതൊക്കെ സാമാന്യ നിയമങ്ങളാണ്, ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയാം. നോക്കുക, കണ്ടോ? സോറി, നോക്കി ഇവിടുത്തെ കണ്ടോ, ഇത് കറക്റ്റാണോ നോക്കി, ഈ സൈഡൊക്കെ കറക്റ്റാണോ നോക്കണം. കണ്ടോ? പിന്നെന്ത് വേണം? ഇവിടെ അല്ലെങ്കിൽ തട്ടിൽ നമുക്കുണ്ടല്ലോ ഇങ്ങനെ അല്ലേ. മുഖം വന്നു. വളരെ പതുക്കെയാണ് ഞാൻ. എവിടെയെങ്കിലും സ്പീഡിൽ വരച്ചോ, നിങ്ങൾക്ക് മനസ്സിലാകാതെ വരച്ചെങ്കിൽ പറയുക. സത്യം പറഞ്ഞാൽ ഞാനങ്ങനെ പേടിച്ചാണ് വരയ്ക്കുന്നത്. അദ്ദേഹം വരയ്ക്കുന്നത് ഞങ്ങൾക്കൊന്നും പിടി കിട്ടുന്നില്ല, ഒരു ഷോ ആയി പോകുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കരുത് എന്ന് കരുതിയിട്ട് ആണ് വരയ്ക്കുന്നത്. ഞാൻ വരയ്ക്കാം.
ഒരുപാട് വരകളിട്ട് ഞാൻ ചിത്രം കൂടുതൽ ദുർഗ്രാഹ്യമാക്കുന്നില്ല. നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പാകത്തിനാണ് ചിത്രങ്ങൾ വരയ്ക്കുന്നത്. ഇനി നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ചിത്രങ്ങൾ വെച്ച് നോക്കി വരയ്ക്കുന്നത് പോലെ തന്നെ കാണിച്ചുകൊണ്ട് നിങ്ങളെ പഠിപ്പിക്കാം. ഇപ്പോഴും നിങ്ങൾക്ക് ഇത് നോക്കിയാൽ, ഞാൻ ഈ വരച്ച രീതി ഫോളോ ചെയ്താൽ കണ്ടോ, വളരെ പെട്ടെന്ന് പിടികിട്ടും. പോർട്രേറ്റ് വരയ്ക്കുന്ന രീതി ധാരാളം വരകളാണ്. കണ്ണ് ഞാൻ ലാസ്റ്റിയാണ് വരയ്ക്കുന്നത്, കണ്ണ് തെളിക്കുന്നത്. കാരണം പിന്നീട് നമുക്ക് ഷേപ്പ് പെട്ടെന്ന് മാറിപ്പോൾ കണ്ണ് അങ്ങനെയാണ് എൻ്റെ ഒരു പ്രശ്നം. അതുകൊണ്ട് ഞാൻ പരമാവധി കണ്ണ് ലാസ്റ്റേ വരച്ച് ചേർക്കാറുള്ളൂ. കണ്ടോ, ഇനി ഞാനൊന്ന് മ്യൂട്ട് ചെയ്ത് വെച്ചുകൊണ്ട്, പോസ് ചെയ്ത് വെച്ചുകൊണ്ട് ഒന്ന് ഇറേസ് ചെയ്യുകയാണ്. കാരണം അത്രയും സമയം നിങ്ങൾക്ക് കളയണ്ടല്ലോ. അതുകൊണ്ട് നോക്കുക, ഞാനൊന്ന് ചെറുതായിട്ട് മായിച്ചിട്ടുണ്ട്. വരകളൊക്കെ അവിടെ തന്നെ ഉണ്ട് ചെറുതായിട്ടല്ലേ. ഇനി ഞാൻ മുകളിൽ നിന്ന് വരച്ചു വരാം. നോക്കൂ, ഒരു വര. ഈ മുടി വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മുടി എങ്ങോട്ടാണോ ഉള്ളത് അങ്ങോട്ട് തന്നെ വരയ്ക്കതേ. കണ്ടോ, നമ്മൾ എല്ലാ വരകളും വരയ്ക്കണ്ട, എങ്ങോട്ടൊക്കെ തിരിയുന്നു അവിടെയുള്ള വരകൾ മാത്രം ഇട്ട് പോയാൽ മതി. കണ്ടോ, അപ്പോൾ തന്നെ ഒരു ഷേപ്പ് വരുന്നേ. കണ്ടോ, എല്ലാ വരകളും ഒന്ന് വരച്ച് കാണിക്കണമെന്നില്ല, ബാക്കി നമ്മുടെ കണ്ണ് പൂരിപ്പിച്ചുകൊള്ളും. നമ്മളല്ലാതെ നിറച്ച് വരച്ചിട്ട് കാര്യമില്ല. എവിടെന്നെങ്കിലും മുടി മറിഞ്ഞ് വരുമ്പോൾ അത് ഇങ്ങനെ ഇപ്പം ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഇങ്ങനെ വരച്ച് കാണിക്കണം. പിന്നെ നമ്മളൊരു ലൈറ്റ് ആൻഡ് ഷെയ്ഡോ അല്ലെങ്കിൽ മുടിയെ വരച്ച് പഠിക്കുന്ന രീതിയൊക്കെ വരുമ്പോൾ നമ്മൾ അതൊക്കെ വിശദമായിട്ട് പഠിപ്പിക്കാൻ ഞാൻ ആ സമയം വരുമ്പോൾ. കണ്ടോ, എനിക്കൊരു ചെറിയ വിഷമമുണ്ട്. കാരണം ഇത് കുറച്ച് ടഫായി പോകുന്നുണ്ടോ നിങ്ങൾക്കെന്ന് കാണുമ്പോൾ അയ്യോ എന്ന് ചിന്തിക്കരുത്. എന്തായാലും ഒന്ന് ശ്രമിച്ചു നോക്കുക. കാരണം ഞാൻ നിങ്ങൾക്ക് വരയ്ക്കാൻ വേണ്ടി വളരെ ആലോചിച്ചിട്ടാണ് ഇങ്ങനെ ഒരു ചെറിയ രീതിയെ കൊണ്ടുവന്നത്. അപ്പോൾ ദയവേത് നിങ്ങൾ എന്നെ ഒന്ന് പറയരുത്. കാരണം ഇയാൾ ഇത്ര ടഫായ ചിത്രമാണോ? അല്ല കേട്ടോ. പോർട്രേറ്റ് പഠിക്കുമ്പോൾ നമുക്ക് വളരെ ലളിതമായിട്ട് ഇങ്ങനെ വരച്ച് പഠിക്കണം. കാരണം ഇത് കുറച്ച് നമ്മൾ കട്ടിയുള്ള വിഷയമാണ് പോർട്രേറ്റ്. എന്ന് വെച്ചിട്ട് വരയ്ക്കാൻ പറ്റാഴിയില്ല, കാരണം ഞാനിത് വരച്ചുവല്ലോ. ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങോട്ടുള്ള മുടി. നമ്മുടെ പ്രപഞ്ചം എത്ര മനോഹരമായിട്ടാണ് ഓരോ ഉടലും തീർത്തതല്ലേ. ഓരോ ജീവിക്കും, മനുഷ്യന്, മൃഗങ്ങൾക്ക്, പക്ഷികൾക്ക് അവരുടെ അഴകിനെ പരമാവധി പ്രയോജനപ്പെടുത്തി ഒരു പരസ്പര ആകർഷണ സിദ്ധാന്തത്തെ നിലനിർത്തിക്കൊണ്ടാണ് പ്രപഞ്ചം ആണിനെയും പെണ്ണിനെയും ഓരോ ജീവിവർഗങ്ങളിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. നോക്കുക, അവിടെയാണ് നമ്മൾ ഈ പ്രപഞ്ചത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത്. മുടി വരച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ വളരെ പതിയതേ, കണ്ടോ, സംശയം ഉണ്ടെങ്കിൽ പതിയെ വരച്ചാൽ മതി. ഇങ്ങനെ ഒറ്റ വരയ്ക്ക് പൂർത്തിയാക്കണമെന്നില്ല. അതെ, ഇങ്ങനെ കൊണ്ടുവരാം. കണ്ടോ, അതുപോലെ തന്നെയാണ് നമ്മളിവിടെയും ഇവിടെ നോക്കിയിട്ട് അതുപോലെ തന്നെയല്ല വരേണ്ട, കുറച്ച് വ്യത്യാസങ്ങളുണ്ടാവും. ദേ, വളരെ പതിയെ കൊണ്ടുവന്നാൽ മതി. ഇപ്പോൾ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വ്യത്യാസം തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും മായ്ക്കാം. ഇങ്ങനെ കൊണ്ടുവരാം.
ഞാൻ ഒന്നുകൂടെ കാണിക്കാം. ടോട്ടൽ ഷേപ്പിൽ നമ്മളിങ്ങനെ ഇവിടുന്ന് മേളിൽ നിന്ന് വരച്ച് വരുമ്പോൾ വരകളെ വിട്ട് വിട്ട് വരയ്ക്കുന്നുണ്ട്. ഇങ്ങനെ വരയ്ക്കുക, ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ വന്നിട്ട് ഇപ്പുറത്തെ ഷേപ്പ് കൂടെ നോക്കുക, വരച്ച് കൊണ്ടുവന്ന് ഇവിടെ നമുക്ക് പൂരിപ്പിക്കാം. കണ്ടോ? വീണ്ടും നമ്മളെന്താണ് പുരികമാണ് വരയ്ക്കേണ്ടതല്ലേ. പുരികം വരയ്ക്കുന്നതിനും ആ പുരികം നിൽക്കുന്ന രീതിയൊക്കെ ഉണ്ട്. തൽക്കാലം അതൊക്കെ ഒരു കുറച്ചൊന്ന് കാണിച്ചുകൊണ്ട് നോക്കാതെ എങ്ങോട്ടാണോ വളർന്നു നിൽക്കുന്നത് അങ്ങോട്ട് തന്നെ നമുക്ക് പെൻസിലിനെ കൊണ്ടുപോകാനാവണം. കണ്ടോ? പുരികം എങ്ങോട്ട് വളർന്നു നിൽക്കുന്നു അങ്ങോട്ട് എന്ന പോലെ. കണ്ടോ? ഇത് നമുക്കറിയാം ഇവിടെ കുറച്ച് കൊച്ചു കൊച്ചു രോമങ്ങളുണ്ട് പുരികത്തിൻ്റെ. അത് വരച്ചുകൊണ്ട് നിങ്ങൾ ശ്രമിച്ചിട്ട് നിങ്ങൾക്കിത് സാധിച്ചു കഴിയുമ്പോഴേക്കൊന്ന് അയച്ചു തരിക. നിങ്ങളിതിനേക്കാൾ മനോഹരമായിട്ട് തന്നെ വരയ്ക്കണം. നമ്മളിതിവിടെ കണ്ണ് വെച്ചിട്ട് അങ്ങ് വരച്ച് വിട്ടേക്ക്. കണ്ടോ? പിന്നെ അത് ഇവിടെ നിന്ന് വന്ന് ഇങ്ങനെ വരയ്ക്കുന്നു. കണ്ടത് ഇവിടെ വന്നിട്ട് ഇവിടെ വന്ന് കണ്ണ് ചേരണത്. കണ്ടോ? പിന്നെ ഈ ഒരു കൺതടം വേണം. ഞാനീ പറഞ്ഞതുപോലെ സ്ത്രീ ശരീരം വരയ്ക്കുമ്പോൾ, സ്ത്രീയുടെ കണ്ണുകൾ വരയ്ക്കുമ്പോൾ അതിൻ്റെ വെള്ള ഭാഗം കൂടുതലാണ്, കുറച്ചുകൂടി വലിയ കണ്ണുകളാണ്. സത്യത്തിൽ നമ്മൾ ആലോചിക്കും പ്രപഞ്ചം എത്ര മനോഹരമായിട്ടാണ് ഓരോന്നിനെ ഒരുക്കിയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആകർഷണം തോന്നുന്ന രീതിയിലേക്കുള്ള എല്ലാ സംഗതികളെയും ചേർത്ത് അല്ലേ. പിന്നീടാണ് നമ്മൾ അറിയുന്നത് ഇത് പ്രപഞ്ചത്തിൻ്റെ ഒരു കളിയാണെന്ന്. അപ്പോൾ എത്ര ചാരുതയോടു കൂടിയാണ് നമ്മളാണ് പലപ്പോഴും ഈ സൗന്ദര്യം കയറി നടന്നിട്ടും സൗന്ദര്യം ഉണ്ടായിട്ടും പലതും ഇല്ല എന്ന് ധരിക്കുന്നത്. അങ്ങനെ ഇത് വരയ്ക്കുന്നു. അപ്പോൾ നമുക്ക് മൂക്കിലേക്ക് പോവാം. മൂക്കിൻ്റെ ഭാഗങ്ങളിലേക്കാണ് ഇപ്പോൾ നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. നോക്കുക. വളരെ ശ്രദ്ധിച്ച് കണ്ടോ? ചെറിയൊരു നിഴൽ പോലെ മതി പലതും. കണ്ടോ? കൂടുതൽ വരയ്ക്കണമെന്നില്ല. ഇവിടേക്കുള്ള ചെറിയ തടിപ്പുകളാണ്, ചെറിയ തുടിപ്പുകളാണ്. ഇതൊന്നും നമ്മൾ പൂർണ്ണമായിട്ട് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഭംഗി വരില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ വരയ്ക്കാം. ഇനി നമുക്ക് ചുണ്ടാണ് വരയ്ക്കേണ്ടത്. നോക്കാം. നമ്മൾ ഇവിടെ വരയ്ക്കുമ്പോൾ പരമാവധി ഈ സൈഡിൽ വരയ്ക്കാതിരിക്കുന്നൊരു ഭംഗിയാണ്. ഇവിടെ ഒരു ശൂന്യത നല്ലതാണ്. ഇവിടെ നമ്മളിങ്ങനെ വിട്ടു കൊടുക്കാം. കണ്ടോ? ഇവിടെ നമുക്കറിയാം ഇങ്ങനെ ഒരു ഒടിവുണ്ടല്ലേ, അതൊരു ഭംഗിയാണ്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി താഴേക്കുള്ള ഭാഗം വരയ്ക്കാം. ഇവിടെ ഞാൻ വരയ്ക്കുകയാണ്. ഞാൻ ആലോചിക്കുകയാണ് ഈ പടം ഞാൻ ഇത്രയും വരയ്ക്കുമ്പോഴും പുറത്തൊരു പട്ടിയൊന്നും കുരച്ചില്ലല്ലോ എന്ന്. ഏതെല്ലാം ആ വിഷമം മാറി. ഏതോ ഒരു പട്ടി കൃത്യമായിട്ട് വാതിക്കൊന്ന് കുര തുടങ്ങിയിട്ടുണ്ട്. എനിക്കൊന്ന് അതിനുകൂടെ നമ്മുടെ ചിത്രകലയിൽ പങ്കാളിയാകണമെന്ന് ആഗ്രഹമായിരിക്കാം. അപ്പോൾ എന്തായാലും അതിനെ നമ്മൾ ഈ കൂടെ ചേർക്കുന്നു. അതിൻ്റെ സ്വരം കൂടി നമ്മൾ ആസ്വദിക്കുക. അത് നമുക്ക് പറഞ്ഞിട്ടുള്ളതാണ്. ചിലപ്പോൾ ഞാൻ പുറത്തിരുന്നൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ചീവീടിൻ്റെ കരച്ചിലൊക്കെ രാത്രിയിൽ, പിന്നെ അപ്പുറത്തെ കുളത്തിൽ നിന്ന് തവളകൾ കരയുന്ന കേൾക്കാം. ഒക്കെയുമാണ് നമ്മൾ ഈ പ്രപഞ്ചത്തിലുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്നത്. പലപ്പോഴും അവരൊക്കെ ഇങ്ങനെ പറഞ്ഞു തരികയാണ്. ഇവിടെ ഞാൻ ചെറിയൊരു ഷെയ്ഡ് കൊടുത്ത മുഖം
ഇങ്ങോട്ട് കുറച്ച് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഷെയ്ഡിങ് ഇട്ട് കേട്ടോ. ഞാൻ നിങ്ങളെ കാണിച്ചില്ലെന്നേ ഉള്ളൂ. ഞാൻ ഇവിടെ ഒന്ന് ഒരു ഷെയ്ഡ് ഇട്ടു. എന്നിട്ട് നമ്മളിനി കണ്ണിലേക്ക് കിടക്കാം. കണ്ണിൻ്റെ ഒരു ഭാഗം നമ്മളിങ്ങനെ അടയാളപ്പെടുത്തുക. നോക്കുക, പ്രധാനപ്പെട്ട ഭാവം കണ്ണാണ്. വരയ്ക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കണ്ടോ, നിറഞ്ഞു നിൽക്കുന്ന അല്ലെ തുടിച്ച കണ്ണുകളെന്നൊക്കെ പറയത്തില്ലേ, കണ്ണ് വരയ്ക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും ഒരു ഭംഗി വരേണ്ടത്. അപ്പോൾ നമ്മൾ അവിടെ വലിയ ഡാർക്കൊന്നും ഇന്ന് കൊടുക്കുന്നില്ല, കാരണം ഞാൻ ഷെയ്ഡിങ് ഒന്നും ചെയ്യുന്നില്ല. കണ്ടോ, കണ്ണൊക്കെ വളരെ നന്നായിട്ട് ഷെയ്ഡ് ചെയ്ത് ഒരുപാട് സമയമെടുത്ത് ചെയ്യേണ്ട, വളരെ ഭംഗിയായിട്ട് ചെയ്യേണ്ടതാണ്. ഞാൻ തൽക്കാലം അത്രയൊന്നും ചെയ്യുന്നില്ല, കണ്ണുകൾ മാത്രം ഒന്ന് കാണിച്ചു, ഇവിടെ വരച്ചു. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ മുടിയുടെ ഭാവമൊക്കെ ഒന്ന് പറന്ന് കിടക്കട്ടെ നോക്കാം അല്ലേ. ഇടയ്ക്ക് എനിക്കൊരു ചെറിയ പറ്റുപറ്റി, ഇവിടെ ഷെയ്ഡ് വരച്ചപ്പോൾ ഞാൻ ഇറേസ് ചെയ്യാൻ പോസ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അത് ഞാൻ വിട്ടുകൊടുത്തില്ല. പിന്നീടാണ് കണ്ടത് സ്റ്റക്കായി നിൽക്കുകയാണ്. അതുകൊണ്ട് ഇത്രയും ഭാഗം വെറും ഒരു ഷെയ്ഡിങ് ആണ്. അപ്പോൾ കാര്യമായിട്ടൊന്നും ഇല്ലെങ്കിലും ഞാൻ പറയുമായിരുന്നു. നോക്കുക, അപ്പോൾ നമ്മൾ വളരെ ലൈറ്റായിട്ട് ഒരു മുഖം വരച്ചു. ഇന്ന് ഞാൻ അതിൽ മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിപ്പിക്കുകയാണ്. ഇങ്ങനെ വരച്ചിട്ട് നമുക്ക് നമ്മുടെ ചിത്രകല ഇങ്ങനെ ഓരോ ഘട്ടങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ട് നമ്മുടെ നിമിഷങ്ങളിൽ മനോഹരമായ ഒരുപാട് പുഷ്പങ്ങളെ വിരിയിച്ചുകൊണ്ട് ഒരു വസന്തത്തിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ചെറിയ ജീവിതത്തിന് ഇങ്ങനെ വരയും വർണ്ണങ്ങളും കുറേ വാക്കുകളുമായി കടത്തിവിടാം. നമ്മളൊരാളുടെ സ്നേഹ സാമീപ്യം കൊതിക്കാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല അല്ലേ. ഒരാളെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, വാക്കായി, ഒരു നോട്ടമായി, ഒരു സ്പർശമായി, ഒരു മൗനമായെങ്കിലും. അപ്പോൾ ഈ ഒരു രാത്രി ഞാനും നിങ്ങൾക്കൊപ്പമാണ്, ഒരു വാക്കായി, ഒരു ചിത്രമായിട്ട് കൂടെ നിൽക്കുന്നു. നമുക്ക് ഇനിയും ഒരുപാട് ചിത്രങ്ങൾ രചിക്കേണ്ടതുണ്ട് നമ്മുടെ ജീവിതയാത്രയിൽ. നമ്മുടെ എല്ലാ കർമ്മങ്ങൾക്കും സാക്ഷിയായി പ്രപഞ്ചം കൂടെ നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു ചെറിയ ചിത്രം സമർപ്പിക്കുന്നു. ഇനി അടുത്ത ലാൻഡ്സ്കേപ്പ് തുടങ്ങി ഒരുപാട് ചിത്രങ്ങൾ നമുക്ക് വരയ്ക്കാറുണ്ട്. താല്പര്യമുള്ള എല്ലാവർക്കും നിങ്ങൾക്കൊരു ചിത്ര വിരുന്നൊരുക്കിക്കൊണ്ടായിരിക്കും ഞാനിവിടെ ഉള്ളത്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങളുടെ സംശയങ്ങൾ എനിക്കാകുന്നത് പോലെ ഞാൻ പറഞ്ഞു തരാം. നമ്മളാരും അന്യരല്ല, അകലെയുമല്ല എന്നറിയുക. അങ്ങനെ ഈ ഒരു ചിത്രം കൂടി നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നു. ഇതിലുണ്ടാകുന്ന പോരായ്മകൾ നിങ്ങൾ ക്ഷമിക്കുമെന്ന് എനിക്കറിയാം. നിങ്ങൾ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ കൂടെ ഭാവനയെ ചാലിച്ചുകൊണ്ട് ഇതിനേക്കാൾ മനോഹരമായി ചിത്രം രചിക്കുന്ന ഒരു കാലമാണ് ഞാനും സ്വപ്നം കാണുന്നത്. അങ്ങനെ നമുക്ക് അതുവരെ നമുക്ക് ഒന്നിച്ചുണ്ടാവണം. അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രയും നേരം എന്നെ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ പ്രിയ മിത്രങ്ങൾക്കും ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ള എൻ്റെ നന്ദിയും സ്നേഹവും ഒക്കെ അറിയിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം അടുത്ത ചിത്രമായി, ചിത്രത്തിൻ്റെ ഭാഷയിൽ നിറച്ച് സ്നേഹം നിറച്ചുകൊണ്ട് ശുഭരാത്രി, ഒരു നല്ല പുലരിയും ആശംസിക്കുന്നു. നന്ദി.